ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായ എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു കിടിലൻ ടിപ്പാണ്. ഈ ഒരു ടിപ്പ് അറിയാവുന്നവരും ഉണ്ടാകും, എങ്കിലും അറിയാത്തവരും ഇഷ്ടം പോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങളുടെ വണ്ടിയുടെ ബെൻഡ് വൈപ്പിൽ ചില സമയത്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഉരുവി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ കവറോ മറ്റോ പറന്നു വന്ന് ബെൻഡ് പൈപ്പിൽ തട്ടിക്കഴിഞ്ഞാൽ ബെൻഡ് പൈപ്പ് അല്ലെങ്കിൽ സൈലൻസറുമായിട്ട് പ്ലാസ്റ്റിക് ഉരുവി ചേരുന്നതാണ്. ഇങ്ങനെ ഉരുവി ചേരുന്ന പ്ലാസ്റ്റിക് വണ്ടി ഒരിക്കലും തണുത്തിരിക്കുമ്പോൾ ചുരണ്ടി കഴിഞ്ഞാൽ ഒരിക്കലും ഇളവി പോകത്തില്ല. വണ്ടി നല്ലോണം ഒന്ന് ഓടി നല്ല രീതിയിൽ ചൂടാക്കിയതിനു ശേഷം ഇതേപോലത്തെ ചെറിയൊരു നൈഫ് കൊണ്ട് ബെൻഡ് പൈപ്പ് സ്ക്രാച്ച് ആവാത്ത രീതിയിൽ പയ്യെ ഒന്ന് ചുരണ്ടി കൊടുക്കുക. ബെൻഡ് പൈപ്പ് നല്ല രീതിയിൽ ചൂടായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പെട്ടെന്ന് തന്നെ ഇളവി പോരുന്നതാണ്. കയ്യിൽ ഗ്ലൗസോ മറ്റോ ഇട്ടുകൊണ്ട് മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക. ബെൻഡ് പൈപ്പ് നല്ല രീതിയിൽ തന്നെ ചൂടായി ഇരിക്കുന്നതുകൊണ്ട് കൈവല്ലം അബദ്ധത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൊള്ളലേൽക്കുന്നതാണ്. ഇങ്ങനെ പയ്യെ പയ്യെ ചുരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ട് തന്നെ നമുക്ക് അതിലെ പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഞാൻ മൊത്തമായിട്ട് തന്നെ ബെൻഡ് പൈപ്പിലെ പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.